നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുമായി 60 ദിവസ വെടിനിർത്തലിന് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള 2 മാസം ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറണമെന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായ സായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ കരാർ പറയുന്നു. ലെബനീസ് പൗരന്മാർക്ക് അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്താൻ കഴിയണം. വടക്കൻ ഇസ്രായേലിലേക്ക് അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കപ്പെട്ട ഇസ്രായേലികൾക്ക് തിരികെ വരാനും കഴിയണം. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ 250 മിസൈലുകളാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചത്. തലസ്ഥാനമായ ടെൽ അവീവ്, തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് വിമാനത്താവളം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ തൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. 11 പേർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഒരു താൽക്കാലിക വെടിനിർത്തലിന് സാഹചര്യമൊരുങ്ങുമ്പോൾ മറുവശത്ത് ഇറാൻ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തി. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയി വിഷബാധയേറ്റ് വെന്റിലേറ്ററിലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ടല്ല, വധശിക്ഷയാണ് നൽകേണ്ടത് എന്ന് ഇറാൻ പരമോന്നത നേതാവ് ഇന്നലെ പ്രതികരിച്ചു. ഗുരുതരാവസ്ഥയിലായ അലി ഖമനേയിയെക്കുറിച്ച് പലവിധ വാർത്തകൾ പുറത്തു വന്നിട്ടും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. നെതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും വധിക്കണമെന്നാണ് ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് പറയുന്നത്. ഒക്ടോബർ 26-ാം തീയതി ടെഹ്റാന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പറയുന്നു. ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ പിന്തുണയോടെയാണ് വെടിനിർത്തൽ അട്ടിമറിക്കാനായി ഇക്കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തതും. ലെബനനിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ചില തടസ്സങ്ങൾ കൂടി നിലനിൽക്കുന്നുവെങ്കിലും ഏതാനും ദിവസത്തിനകം വെടിനിർത്തൽ ധാരണയുണ്ടാകുമെന്നാണ് US-ലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കിൾ ഹെർസോഗ് പറയുന്നത്. ലെബനനും ഇസ്രായേലും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ഇരുകൂട്ടരും അടിയന്തര വെടിനിർത്തലിന് തയ്യാറായി. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൗസ് പ്രതിനിധി എമസ് ഹോക്സ്റ്റൈൻ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. വെടിനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുള്ള പുലർത്തിയത്. എന്നാൽ ഇസ്രായേലിൽ ഇത് അസാധാരണ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ലെബനൻ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗിവർ ആവശ്യപ്പെട്ടു. കരാർ റദ്ദാക്കാൻ ഇനിയും വൈകിയിട്ടില്ല, സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യുദ്ധത്തിന്റെ അവസാനമല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം നിലവിൽ വരാൻ ഇനി 2 മാസങ്ങൾ കൂടി മാത്രമേയുള്ളൂ. ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം നേടി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ. ഹമാസിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക തന്നെയാണ് ഇസ്രായേലിന്റെ ആത്യന്തിക ലക്ഷ്യം. ഇപ്പോൾ ഹിസ്ബുള്ള ഒരു വെടിനിർത്തൽ കരാറിലെത്തുമ്പോൾ ഹമാസിനെ അവർ കൈയൊഴിയുമെന്ന് വ്യക്തമാണ്. ഇറാനുമായുള്ള ബന്ധത്തിലും ചില കോട്ടങ്ങൾ സംഭവിക്കും. ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് യാതൊരു വിധത്തിലും ആയുധങ്ങൾ എത്തുന്നില്ല എന്നുറപ്പിക്കാൻ ഇസ്രായേലിന് കഴിയും. ഈ 60 ദിവസ വെടിനിർത്തൽ IDF-നെ പുനഃസംഘടിപ്പിക്കാനും സേനയ്ക്ക് കൂടുതൽ ശക്തി കൈവരുത്താനുമുള്ള അവസരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. എന്നാൽ മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കാനോ ഏതെങ്കിലും വിധത്തിൽ ഇറാനിൽ നിന്ന് സഹായങ്ങൾ എത്തിക്കാനോ ഈ കാലയളവിൽ വലിയ പ്രതിസന്ധികളുണ്ട്. ലിറ്റാനി നദിക്കിപ്പുറത്ത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ പരിപൂർണ സുരക്ഷാ മേഖലയാക്കി പ്രഖ്യാപിക്കാൻ ഈ കരാർ വഴി ഇസ്രായേലിന് കഴിയും. ഈ മേഖല പൂർണ്ണമായി ലെബനൻ സേനയുടെ നിയന്ത്രണത്തിലാക്കുമെന്നാണ് കരാറിൽ പറയുന്നത്. അവിടെ യാതൊരു വിധത്തിലും ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടാകില്ല. ലെബനൻ സേനയും ഒപ്പം UN സമാധാന സേനയും ഈ പ്രദേശം നിരീക്ഷിക്കണം. അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ ഇടപെടുമെന്നും ഈ കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലികളെ അവരുടെ വീടുകളിലേക്ക് മടക്കിക്കൊണ്ടുവരികയായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ കരാർ വഴി അത് സാധ്യമാക്കും എന്നത് ഇസ്രായേലിന് കൂടുതൽ കരുത്തു പകരുന്നു. രൂക്ഷമായ വലതുപക്ഷ വിമർശനമാണ് ഇപ്പോൾ നെതന്യാഹു നേരിടുന്നത്. ലെബനനിൽ ഇസ്രായേൽ തങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിലനിർത്തുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ സേനാ സാന്നിധ്യം അനുവദിക്കില്ല എന്നത് കരാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്.
ഇതിനെ ചൊല്ലിയാണ് വലതുപക്ഷം ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് ഹിസ്ബുള്ളയുമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ, ലെബനൻ പൂർണ്ണമായി ശാന്തമാക്കാനുള്ള ഇസ്രായേൽ ലക്ഷ്യം എത്രമാത്രം വിജയം കണ്ടു എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് അടിയന്തര വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. വെടിനിർത്തൽ കരാർ ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ തയ്യാറാക്കുകയാണെങ്കിൽ അതെത്രമാത്രം ഇസ്രായേലിന് അനുകൂലമാകും എന്ന സംശയം തന്നെയാണ് നെതന്യാഹുവിന് മുന്നിൽ. വെടിനിർത്തൽ കരാർ എത്ര കാലം നിലനിൽക്കുമെന്ന് ഇസ്രായേൽ പോലും സംശയിക്കുന്നു. വെടിനിർത്തൽ കരാറിനു ശേഷം ആ മേഖലയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്കയെയും ഫ്രാൻസിനെയുമാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രാൻസിനെ മേൽനോട്ട ചുമതല ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന് എതിരഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക അതിൽ കടുംപിടുത്തം പിടിച്ചു. ഒക്ടോബർ 7, 2023 ഹമാസ് അന്ന് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ക്രൂരമായ ആക്രമണത്തെ പൂർണ്ണമായി ഫ്രാൻസ് തള്ളിപ്പറഞ്ഞിരുന്നു. ഇസ്രായേലിനോട് പൂർണ്ണ ഐക്യദാർഢ്യമാണ് അന്ന് ഫ്രാൻസ് പ്രകടിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഗാസ മുനമ്പിൽ നടന്ന യുദ്ധത്തെ ഫ്രാൻസ് തള്ളിപ്പറഞ്ഞിരുന്നു. മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ തുടർന്നതിന്റെ പേരിൽ ഇസ്രായേലിന് ആയുധ ഉപരോധം വരെ മക്രോൺ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഇസ്രായേലിൽ നിന്നുയർന്നത്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച 60,000-ഓളം ഇസ്രായേലികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ലോകം നിശബ്ദരായി എന്ന ചോദ്യം ഇസ്രായേൽ ഉയർത്തുന്നു. അവർക്ക് നേരെ ഹമാസ് നടത്തിയ അതേ മാതൃകയിലുള്ള ആക്രമണത്തിനാണ് ഹിസ്ബുള്ള കോപ്പുകൂട്ടിയത്. എന്നാൽ അതിനു മുൻപേ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഞങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി മാറ്റി. ഹമാസ് ആഗ്രഹിച്ചിരുന്നത് ഹിസ്ബുള്ളയുടെയും ഇറാൻ പോക്സികളുടെയും പൂർണ്ണ സഹകരണമാണ്. ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ധാരണയാണ് പൊതുവെ ഇസ്രായേലിന്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു തന്ത്രപരമായ നേട്ടമായി ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ഗാസയിലെ ഹമാസിന്റെ ഭരണവും സൈനിക ശേഷിയും പൂർണ്ണമായി തകർക്കുക, ബന്ദികളാക്കിയവരെ തിരിച്ച് ഇസ്രായേലിലെത്തിക്കുക. ഇതിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ മാത്രമാണ് ഇനിയും ലക്ഷ്യം കാണാതെ ഇസ്രായേൽ കുഴങ്ങുന്നത്. മറുവശത്ത് ഹിസ്ബുള്ളയെ ഏറെക്കുറെ നിർവീര്യമാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു. ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ളയെ തുരത്തുക, ഹിസ്ബുള്ളയുടെ സായുധശേഷി പൂർണ്ണമായി ഇല്ലാതാക്കുക. ഹിസ്ബുള്ളയ്ക്ക് ഒരുവിധത്തിലും ആയുധങ്ങൾ എത്തുന്നില്ല എന്ന് ലെബനൻ സേനയും ലെബനൻ ഭരണകൂടവും മേൽനോട്ടം വഹിക്കണമെന്നതാണ് കരാറിന്റെ മറ്റൊരു പ്രത്യേകത. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പൂർണ്ണമായും ഇറാൻ ഭയപ്പെടുന്നു എന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് മറുവശത്ത്. നിർണായകമായ യുദ്ധലക്ഷ്യം കൈവരിച്ചു നിൽക്കുമ്പോൾ ഈ വെടിനിർത്തൽ തങ്ങളുടെ വിജയം തന്നെയാണ് എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.